സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന്റെ മല വീണ്ടും എലിയെ പ്രസവിച്ചു. ഇറാനെ തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയ ശേഷം ട്രംപ് വീണ്ടും പിന്മാറിയതിനെ ഇറാൻ മാധ്യമങ്ങൾ പരിഹസിക്കുന്നത് ഇങ്ങനെയാണ്. സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരന്റെ ഒറ്റ ഫോൺ കോൾ. അതിനു മുമ്പ് സൗദി പ്രതിരോധ മന്ത്രി നാടകീയമായി വൈറ്റ് ഹൗസിലെത്തിയത്. ഇതിലാണ് എല്ലാം മാറിമറിഞ്ഞത്. ഇതോടെയാണ് ഇറാനെതിരെ വലിയ ആക്രമണം തുടങ്ങുന്നുവെന്ന് പറഞ്ഞ ട്രംപ് വീണ്ടും യു ടേൺ അടിച്ചത്. കരാർ ശരിയായി, ഇറാൻ കാലു പിടിച്ചു എന്നൊക്കെ ന്യായീകരിച്ചാണ് ഇറാനെതിരായ ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയിരിക്കുന്നത്. എന്തായാലും നെതന്യാഹു അടച്ചിട്ട മുറിയിൽ ട്രംപുമായി നടത്തിയ 90 മിനിറ്റ് നീണ്ട ചർച്ച വെറുതെയായി. നെതന്യാഹുവിന്റെ വാക്കുകളെക്കാൾ ട്രംപ് സൗദിയുടെ വാക്കുകൾക്ക് വില കൊടുത്തു. ഇറാനെ ഇങ്ങനെ പേടിക്കുന്ന എന്ത് കാര്യമാണ് സൽമാൻ രാജകുമാരൻ ട്രംപിനോട് പറഞ്ഞത്? നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സൗദി പ്രതിരോധ മന്ത്രി അപ്രതീക്ഷിതമായി വൈറ്റ് ഹൗസിലെത്തിയത് എന്തിനായിരുന്നു? ഈ രണ്ട് നീക്കങ്ങൾ കാരണമാണ് നെതന്യാഹുവിനെ പോലും തള്ളി ട്രംപ് ഇറാനെതിരായ ആക്രമണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം പറയുന്നത്. സൗദി ഇത്തരമൊരു നീക്കം നടത്തിയത് എന്തുകൊണ്ടാണ്? അത്രത്തോളം സൗദിയെ ഇറാൻ കുരുക്കിയോ? എന്തായാലും തങ്ങൾ ആരോടും ഒന്നും അഭ്യർത്ഥിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ നിലപാട്. അതായത് അനുനയ നീക്കത്തിന് ആരെയും മുന്നിട്ടിറങ്ങാൻ തങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ട്രംപ് അവിവേകം കാണിച്ചാൽ കനത്ത തിരിച്ചടി ഉറപ്പെന്ന് അബ്ബാസ് അരാഗ്ചി ഏറ്റവും ഒടുവിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയുടെ അനുനയ നീക്കത്തിന് പിന്നിൽ പല കാര്യങ്ങളും ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇറാൻ നടത്തിയ ചില വൻ നീക്കങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ട്രംപ് പിന്മാറിയതെന്നും സൗദി എന്തുകൊണ്ട് അനുനയ നീക്കങ്ങൾ നടത്തി എന്നും നമുക്ക് മനസ്സിലാകും. പശ്ചിമേഷ്യയെ കടുത്ത യുദ്ധഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ഇറാനും സഖ്യകക്ഷികളും സൈനികവും നയതന്ത്രപരവുമായ വലിയ ചില നീക്കങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത്. തങ്ങളെ തകർക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് ശക്തമായ ഡ്രോൺ ആക്രമണങ്ങളിലൂടെയും കടുത്ത ഭീഷണികളിലൂടെയുമാണ് ഇറാൻ മറുപടി നൽകിയത്. ശനിയാഴ്ച പുലർച്ചെയോടെ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല മിലിഷ്യകൾ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തി. അതാണ് ഒന്നാമത്തെ കാര്യം. അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ഈ നീക്കമെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ പകരം സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ എണ്ണപ്പാടങ്ങളിലും ഖത്തറിലെ ഗ്യാസ് നിലയങ്ങളും ബോംബിട്ട് തകർക്കുമെന്ന് ഇറാൻ പരസ്യമായി തന്നെ ഭീഷണി മുഴക്കി. അമേരിക്കയ്ക്ക് ആക്രമണം നടത്താൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ വിട്ടു നൽകരുത് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ബ്രിട്ടന് കടുത്ത മുന്നറിയിപ്പും നൽകി. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന്റെ ഓപ്പറേഷന് അനുവാദം കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഇറാന്റെ ഈ മുന്നറിയിപ്പ്. ഇത് ലംഘിച്ചാൽ സ്വയം പ്രതിരോധത്തിനായി ബ്രിട്ടീഷ് താവളങ്ങളെ ആക്രമിക്കുമെന്നും ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഇതുകൂടാതെ നയതന്ത്ര നീക്കങ്ങളും ഇറാൻ ഒരു ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സൗദി, ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി അടിയന്തരമായി ഫോൺ സംഭാഷണങ്ങൾ നടത്തി. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുന്ന ഏതൊരു പുതിയ അധിനിവേശത്തോടും ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും കടുത്തതും കൃത്യവുമായ രീതിയിൽ തിരിച്ചടിക്കും എന്നാണ് അബ്ബാസ് അരാഗ്ചി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയും ചെയ്തു ഇറാൻ. അന്താരാഷ്ട്ര കപ്പലുകളുടെ സുരക്ഷയ്ക്ക് ഇറാൻ സ്വന്തം നിലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തുടർന്നാണ് സൗദിയുടെ നേതൃത്വത്തിൽ 14 രാജ്യങ്ങളുടെ സമുദ്ര സഖ്യം രൂപീകരിക്കാൻ അവർ ശ്രമിച്ചത്. പക്ഷേ ഇങ്ങനൊരു നീക്കം ഉണ്ടായാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഇറാന്റെ വിപ്ലവ സേന ഭീഷണി മുഴക്കി. തുടർന്ന് സൗദിയും സംഘവും അതിൽ നിന്ന് പിന്മാറിയെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അതായത് ഇറാൻ കഴിഞ്ഞ 24 മണിക്കൂറിൽ നടത്തിയ നീക്കങ്ങളിൽ ഒരിടത്തും അനുനയത്തിന്റെ ഭാഷ ഇല്ലായിരുന്നു. പകരം കടുത്ത നിലപാടിന്റെ ഭാഷ തന്നെയാണ് ഇറാൻ പ്രയോഗിച്ചത് എന്ന് നമുക്ക് കാണാം. തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്ന് തന്നെയാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. ഇവിടെയാണ് സൗദി രാജകുമാരന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള ഫോൺ വിളി നിർണായകമാകുന്നത്. 3 കടുത്ത ആശങ്കകളാണ് സൽമാൻ രാജകുമാരൻ ട്രംപുമായി പങ്കുവച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ കടുത്ത നീക്കമുണ്ടായാൽ അത് പശ്ചിമേഷ്യ മൊത്തത്തിൽ തകർക്കുന്ന ഒരു വൻ യുദ്ധമായി മാറുമെന്ന വലിയ മുന്നറിയിപ്പാണ് അദ്ദേഹം ട്രംപിന് നൽകിയത്. ഇനിയെങ്കിലും ഇറാനെ നിസ്സാരമായി കാണരുത് എന്നും അദ്ദേഹം ട്രംപിനോട് അഭ്യർത്ഥിച്ചു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ അതിന് പകരമായി സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെയും ഖത്തറിലെ വാതക നിലയങ്ങൾക്ക് നേരെയും കടുത്ത മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ ആശങ്ക പ്രകടിപ്പിച്ചു. ഇറാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമാണ് എന്ന് അദ്ദേഹം ട്രംപിനെ ഓർമ്മിപ്പിച്ചു. ഗൾഫിലെ എണ്ണപ്പാടങ്ങൾ തകർന്നാൽ അത് ആഗോള എണ്ണ വില കുത്തനെ കൂട്ടുമെന്നും
ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും MBS ട്രംപിനോട് പറഞ്ഞു. മറ്റൊരു കാര്യം സൽമാൻ രാജകുമാരൻ ട്രംപിനെ ബോധ്യപ്പെടുത്തിയത് 3 കപ്പൽപാതകളുടെ കാര്യമാണ്. ഹോർമൂസിനും ചെങ്കടലിനും പുറമേ കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ സൂയസ് കനാലിന് സമീപവും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. അമേരിക്ക യുദ്ധം കടുപ്പിച്ചാൽ ഇറാൻ ഈ 3 കപ്പൽപാതകളും പൂർണ്ണമായി ബോംബിട്ട് കീഴടക്കുമെന്നാണ് സൗദി പ്രധാനമായി ഒരു ആശങ്ക പങ്കുവച്ചത്. അങ്ങനെ വന്നാൽ അത് സൗദിയുടെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും നിശ്ചലമാക്കും. ഇക്കാര്യം MBS ട്രംപിനെ ബോധ്യപ്പെടുത്തി. കൂടാതെ സൗദി അറേബ്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന വലിയൊരു സാമ്പത്തിക ടൂറിസം പദ്ധതിയാണ് വിഷൻ 2030. നിയോം പോലുള്ള വൻകിട നഗരങ്ങൾ ചെങ്കടൽ തീരത്താണ് സൗദി നിർമ്മിക്കുന്നത്. മേഖലയിൽ പൂർണ്ണമായ ഒരു യുദ്ധമുണ്ടായാൽ വിദേശ നിക്ഷേപകർ സൗദിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്നും ഇത് സൗദിയുടെ സാമ്പത്തികമായ ഭാവിയെ തകർക്കുമെന്നുമുള്ള കടുത്ത ആശങ്ക MBS ട്രംപുമായി പങ്കുവച്ചു. അതായത് ഇറാനെ സൈനികമായി നേരിടുന്നതിനേക്കാൾ ചർച്ചകളിലൂടെ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറക്കുകയാണ് പ്രായോഗികമെന്നുള്ള കാര്യമാണ് സൗദി കിരീടാവകാശി ട്രംപിനെ ബോധ്യപ്പെടുത്തിയത്. അല്ലാതെ ഇറാനെ ആക്രമിച്ചു കീഴടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും ഗൾഫിനെ ആകെ തകർത്തിട്ട് ഇറാൻ കീഴടങ്ങൂ എന്നുമുള്ള വിലയിരുത്തലാണ് സൗദി രാജകുമാരൻ ട്രംപിനെ അറിയിച്ചത്. ഇറാനെതിരെ വലിയ ആക്രമണം നടത്താൻ ട്രംപും നെതന്യാഹുവും പദ്ധതിയിടുന്നുണ്ടെന്ന വാർത്തകൾ വന്ന സമയത്ത് തന്നെ സൗദി അനുനയ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ്റെ അപ്രതീക്ഷിതവും നാടകീയവുമായ വൈറ്റ് ഹൗസ് സന്ദർശനം ഉണ്ടായത്. സൗദി പ്രതിരോധ മന്ത്രിയുടെ ഔദ്യോഗിക യാത്രാ പരിപാടിയിൽ വൈറ്റ് ഹൗസ് സന്ദർശനം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നില്ല. സൂയസ് കനാലിന് സമീപത്തുള്ള ഈജിപ്ഷ്യൻ തുറമുഖത്തിന് നേരെയും കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം, ശക്തമായ ഡ്രോൺ ആക്രമണം, അതായത് ഇറാന്റെ അല്ല ഇറാൻ അനുകൂല മിലിഷ്യകളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തൻ്റെ അനിയൻ കൂടിയായ പ്രതിരോധ മന്ത്രിയെ പ്രത്യേക ദൗത്യവുമായി വാഷിംഗ്ടണിലേക്ക് അയച്ചത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വൈറ്റ് ഹൗസിലെത്തിയ പ്രിൻസ് ഖാലിദ് ആദ്യം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരം അമേരിക്ക ഇറാനെതിരെ യുദ്ധം കടുപ്പിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ ആക്രമണം നടത്തിയാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളായ സൈപ്രസ്, ബൾഗേറിയ എന്നിവിടങ്ങളിലേക്കും മെഡിറ്ററേനിയൻ കടലിലേക്കും ഇറാൻ ആ യുദ്ധം വ്യാപിപ്പിക്കുമെന്നുള്ള കടുത്ത യാഥാർത്ഥ്യം സൗദി സംഘം വാൻസിനെ മാപ്പുകൾ സഹിതം, ഭൂപടം സഹിതം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ അത് എങ്ങനെയായിരിക്കും ഇറാൻ്റെ ഈ ഓപ്പറേഷൻസ് നടക്കുക എന്നുള്ള കാര്യം സൗദി സംഘം വാൻസിനെ ബോധ്യപ്പെടുത്തി. സൗദി സംഘം ഉന്നയിക്കുന്ന ആശങ്കയുടെ ഗൗരവം മനസ്സിലാക്കിയ വാൻസ് പെട്ടെന്ന് തന്നെ ട്രംപുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സൗദിയുടെ പ്രതിരോധ മന്ത്രിക്കും സംഘത്തിനും അവസരം ഒരുക്കി എന്നുള്ളതാണ് വാർത്ത. തുടർന്ന് സൽമാൻ രാജകുമാരൻ നൽകിയ അതീവ രഹസ്യമായ ഒരു കത്ത് സൗദി സംഘം ട്രംപിന് നേരിട്ട് കൈമാറി. ഞങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാം, പക്ഷേ ഞങ്ങളുടെ എണ്ണപ്പാടങ്ങളും 3 പ്രധാന കപ്പൽ പാതകളും തകരുന്ന പൂർണ്ണ യുദ്ധത്തിന് സൗദി തയ്യാറല്ല എന്ന് പ്രതിരോധ മന്ത്രി ട്രംപിൻ്റെ മുഖത്തു നോക്കി അറിയിച്ചുവെന്നാണ് വൈറ്റ് ഹൗസിലെ ചില സോഴ്സുകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ സൽമാൻ രാജകുമാരൻ ട്രംപിനെ നേരിട്ട് ഫോൺ വിളിക്കുകയായിരുന്നു. സൗദിയുടെ ഈ മിന്നൽ നയതന്ത്രം ഫലം കണ്ടു. തുടർന്നാണ് ട്രംപ് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ റദ്ദാക്കാനുള്ള നിർണായകമായ തീരുമാനം എടുത്തത്. പുതിയൊരു കരാറിനായി ആക്രമണം താൽക്കാലികമായി നിർത്തുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതായത് ഇറാൻ 3 പാടും പൂട്ടിയതോടെയാണ് സൗദി ഈ മിന്നൽ നയതന്ത്ര നീക്കവുമായി ഇറങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ചെങ്കടൽ ഹൂതികൾ പൂട്ടിയതോടെ സൗദി ആകെപ്പെട്ട അവസ്ഥയിലാണ്. അതിന് പിന്നാലെ ഇറാഖിലെ ഇറാൻ മിലിഷ്യകൾക്കെതിരെ സൗദിയും അമേരിക്കയും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണം അത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീക്കി. ഇതോടെയാണ് ഈജിപ്ത് തുറമുഖമായ ഡാമിയറ്റ് ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നത്. തുടർന്നാണ് സൗദിക്ക് കാര്യത്തിൻ്റെ ഗൗരവവും ഇറാൻ്റെ തന്ത്രവും പിടികിട്ടിയത്. 3ാമത്തെ കപ്പൽ പാതയും ഇറാൻ അടയ്ക്കുമെന്നുള്ള കാര്യം സൗദിക്ക് അതോടെയാണ് ബോധ്യപ്പെട്ടത്. ഇതോടെയാണ് കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ മുൻനിർത്തി സൗദി പെട്ടെന്നുള്ള ഒരു നയതന്ത്ര നീക്കം നടത്തിയത്. അങ്ങനെ ഒരിക്കൽ കൂടി പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കാനുള്ള നെതന്യാഹുവിൻ്റെ തന്ത്രങ്ങൾ പാളിയെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. ട്രംപിന് നെതന്യാഹുവിനേക്കാൾ ഇപ്പോൾ വിശ്വാസം സൗദിയെയാണ് എന്ന കാര്യവും ബോധ്യപ്പെടുകയാണ്. നെതന്യാഹുവിനെ വിശ്വസിച്ച് ഇനി മുന്നോട്ട് പോയാൽ കൂടുതൽ കുടുങ്ങുമെന്നുള്ള കാര്യം ട്രംപിന് ബോധ്യപ്പെട്ടു എന്നും വിലയിരുത്തൽ വരുന്നുണ്ട്. മാത്രമല്ല മെഡിറ്ററേനിയൻ കടൽ മേഖലയിലേക്ക് ഇറാൻ യുദ്ധം വ്യാപിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ട്രംപ് കണക്കിലെടുത്തു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. ഒപ്പം അമേരിക്കയുടെ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം, അതായത് നൂതനമായ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം, പാട്രിയറ്റിൻ്റെയും താഡിൻ്റെയും ഒക്കെ ക്ഷാമം, അതും അമേരിക്ക കണക്കിലെടുത്തു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും ഇറാൻ്റെ തന്ത്രങ്ങളും നീക്കങ്ങളും ഒരിക്കൽ കൂടി ഫലം കണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇങ്ങനെയൊന്നും തങ്ങളെ കീഴടക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഇറാൻ ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് ഒരു തന്ത്രം അല്ലെങ്കിൽ മറ്റൊരു തന്ത്രം അപ്പുറത്ത് ഉണ്ട്. അതായത് പ്ലാൻ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി, അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഇറാൻ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയുള്ള ശ്രദ്ധ ഒമാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളിലാണ്. ഹോർമൂസ് തുറക്കുന്നതിനും ചെങ്കടലിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാനുമാണ് ഇപ്പോൾ ഈ ചർച്ചകളിൽ മുൻതൂക്കം എന്നാണ് സൂചന. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ട്രംപ് ആക്രമണം അവസാനിപ്പിച്ചത് എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള വാർത്ത തന്നെയാണ്. പക്ഷേ അപ്പോഴും ഹോർമൂസിലെ തങ്ങളുടെ നിയന്ത്രണം തുടരുമെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകളുടെ ഉള്ളറിയിക്കുന്ന വിശകലനവുമായി മറ്റൊരു സിംപിളി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും എത്താം. ഞാൻ അൻഷാദ് ഇല്യാസ്. നന്ദി, നമസ്കാരം.